നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം കേട്ടോ. ഹായ്, വില്ലേജ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു 3-4 ചെറുപഴം കൊണ്ട് നല്ല ഒരു 4 മണി പലഹാരമാണ് ഇന്ന് ചെയ്യുന്നത്. വീട്ടിലുള്ള ഐറ്റങ്ങളൊക്കെ തന്നെ ഇട്ടാണ് അത് റെഡിയാക്കുന്നത്. സമയം കളയാതെ എങ്ങനെയാണ് ആ 4 മണി പലഹാരം ചെയ്യുന്നത് നോക്കാം. ആ പലഹാരം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ജാർ ഇങ്ങോട്ടെടുക്കുക. ഇതിപ്പം ഒരു 5-6 ഉണ്ട്, നമുക്ക് അത്ര ഒന്നും ആവശ്യമില്ല. ഒരു 3-4 പാളയംകുളം പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത് നോക്കി. അത് ജാറിലോട്ട് ഇങ്ങനെ നരിഞ്ഞിട്ട് കൊടുക്കുക. ഇപ്പോൾ പഴമൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇടാതെ കേട്ടോ. ഞാനൊരു 3-4 എടുത്തതേ ഉള്ളൂ. പഴം അരിഞ്ഞിട്ടതിന് ശേഷം പൊടിശർക്കരയാണല്ലോ ഈ പായ്ക്കറ്റിനകത്ത് വരുന്നത്, അത് ശുചീകരിച്ച് വരുന്നത്, അതിനകത്ത് മണ്ണും പൊടിയൊന്നും ഇല്ലാത്തതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശർക്കര ഉണ്ടയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പാവ് കാച്ചിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനെക്കാട്ടി എളുപ്പം ഇതുവരെയാണ്. പൊടി ശർക്കര ഉണ്ടെങ്കിൽ അതെടുക്കുക, അതാണ് നല്ലത്. അത് നമ്മൾക്കൊരു ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ പൊടി ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പീരയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് ഏകദേശം ഒരു 4 സ്പൂൺ അളവിലുണ്ട്, അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നല്ലപോലെ നരച്ചെടുക്കും. അരയാൻ ആവശ്യമുള്ള വെള്ളം മാത്രം. നല്ലപോലെ അരഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് എടുക്കാം. അതെ. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇത് ഈ ബൗളിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അടുത്തായിട്ട് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് നമ്മളൊരു ചെറിയ അളവിലാണ് കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒരു കപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി, ഇപ്പം ഗോതമ്പ് പൊടി നമുക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഞാനൊന്ന് ആദ്യമേ ഒന്ന് ഇളക്കി എടുക്കുന്നതേ ഉള്ളൂ. പോരാഴിക്കുണ്ടെങ്കിൽ അല്പം കൂടെ ചേർക്കാം. ഒരല്പം കൂടെ ഇട്ട് ഇപ്പോൾ 1.5 കപ്പ് അളവ് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർക്കാറുണ്ട്. ഇത് കുറച്ച് ജീരകപ്പൊടിയാണ്, അതായത് ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയും വേണ്ട നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയാണ്, അതും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പൊതുവെ ഇതെല്ലാം മധുരമാണ്, എന്നാലും ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരല്പം ഉപ്പുപൊടി, ഒരു നുള്ളു ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കൊരല്പം വെള്ളം കൂടി ജാറിനകത്ത് ഒഴിക്കുകയാണ്. എന്തിനാണെന്നറിയാം, ഇത് ഒരല്പം കൂടെ ലൂസാക്കണം. അപ്പോൾ വെള്ളം കൂടണ്ട, ഇതേപോലെ ഒരല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളം പോരാഴികയായിട്ട് തോന്നുവാണെങ്കിൽ അല്പം കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു തവിക്ക് ഒന്ന് കോരി ഒഴിച്ചു നോക്കണം. ഇതിപ്പം കറക്റ്റ് ഒരു പരുവത്തിനാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇതേപോലെ തവിക്ക് കോരി ഒഴിച്ചെടുക്കാനുള്ളതാണ്. അപ്പം അതേപോലെ വേണം ഇത് നല്ലപോലെ ലൂസാക്കി എടുക്കാനായിട്ട്. പിന്നെ മധുരം ഒക്കെ നമ്മുടെ ആവശ്യത്തിന്, ഇപ്പോൾ ഏലക്കാപ്പൊടിയോ ജീരകപ്പൊടിയോ ഒക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇത് ഒരൽപ്പം എടുത്ത് നാവെ തൊട്ട് കൊടുക്കണം. മധുരം വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ശർക്കര ഒന്നിടത്ത് പൊടിച്ച് ഇങ്ങോട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇതേപോലെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ആ പലഹാരം ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഇതേപോലെ ഒരു അപ്പച്ചമ്മ അങ്ങോട്ട് വെക്കുക. അപ്പച്ചമ്മിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അടച്ചു വയ്ക്കും. ഇത് തിളയ്ക്കട്ടെ. അപ്പോൾ ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം ഇപ്പോൾ തിളയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഇഡലിത്തട്ട് എടുത്തിട്ട് ഇച്ചിരി നെയ്യും തൂത്ത് കൊടുക്കുക. നെയ്യോ ഓയിലോ ഏതായാലും ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കും. ഇനി ഇതങ്ങോട്ട് ഇതിപ്പോൾ കൂടുതലുണ്ടെങ്കിൽ 2 തട്ട വെക്കാം. ഞാൻ ഒരു തട്ട വെച്ച് റെഡിയാക്കുന്നുള്ളൂ. ഇനി ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ്
നമ്മൾ കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചെറിയോ മുന്തിരിങ്ങയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ ഇട്ട് വെച്ച് ഇതേപോലെ മൂടിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ശരിക്കും മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റും. ഇനി ഇത് ഒന്ന് അടച്ചു കൊടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും തീ കുറച്ച് വെക്കുകയാണ്. ഒരു 15 മിനിറ്റെങ്കിലും ഒന്നിരിക്കട്ടെ. കാരണം ഇത് വേഗണം. ഇത്ര സമയം കൂടെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് വെന്തോ. ആഹാ, നമ്മുടെ പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. ഉണ്ടോ? ഞാൻ തൊട്ട് നോക്കുമ്പോൾ അറിയാം. ഇനി അടുപ്പൊക്കെ നിർത്തും. നോക്കട്ടെ. അടുപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഇതേ രീതിയിലൊക്കെ പലഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. എന്താണെന്ന് വെച്ചാൽ ഇപ്പം സ്കൂൾ കുട്ടി വരുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റും. നല്ല രുചികരമായ ഒരു പലഹാരമാണ്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, വീട്ടിലുള്ള ഐറ്റങ്ങളും ഉണ്ട്. ചായയുടെ കൂടെ ഒരു കടി. അപ്പോൾ ഈ തണുത്തതിന് ശേഷം നമുക്ക് അടത്തിയെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇതുണ്ട്. ഇതേപോലെ അപ്പോൾ നമ്മുടെ മധുരപലഹാരം നല്ല ഇതായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞല്ലോ, ഇത് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും അതേപോലെ 4 മണിക്ക് എന്തെങ്കിലുമുള്ള ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടല്ലോ. എനിക്കും ഉണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് മധുരമൊന്നും കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഷുഗറൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നുമില്ല. ഏതായാലും ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് കറക്റ്റ് മധുരമേ ഉള്ളൂ കേട്ടോ. നമ്മൾ നോക്കും ഒത്തിരി മധുരമുള്ളൂ, പക്ഷേ ഇത് കറക്റ്റേ ഉള്ളൂ. ഈ കടുകാപ്പി ഈ പലഹാരം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം കേട്ടോ. ഏലക്കായും ജീരകവും പഴവും എല്ലാം ഇട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്ക്. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോയിൽ പെട്ടെന്ന് വരാം. ബൈ.